അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് പറയുന്നത് വളരെ വ്യക്തമാണ്. കളി കാര്യമായി ഇനി വിട്ടുവീഴ്ചയില്ല. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലുള്ള വെറുമൊരു ചെറിയ വിനോദയാത്ര എന്ന് ട്രംപ് വിശേഷിപ്പിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇപ്പോൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. ലോകം മുഴുവൻ ഇറാനിലെ ഖമേനി ഭരണകൂടത്തിനെതിരെ അണിനിരക്കുന്നതും അവർ പതറുന്നതുമായ കാഴ്ചയാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാൻ ഭരണകൂടത്തെ നാലുപാടു നിന്നും വളയാനുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചു കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ അമേരിക്കയ്ക്കൊപ്പം യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാൻ സഖ്യകക്ഷികളോട് ട്രംപ് ആഹ്വാനം ചെയ്തു. മറുഭാഗത്ത് ഇസ്രായേൽ പ്രതിരോധ സേന അതിശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ടെഹ്റാനിലെ ഡസൻ കണക്കിന് IRGC കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണശാലകളും തകർത്തെറിഞ്ഞ ഇസ്രായേൽ 4000 മുതൽ 5000 വരെ IRGC പോരാളികളെ ഇതിനോടകം കൊന്നു തള്ളിയെന്ന് അവകാശപ്പെടുന്നു. ഇറാന്റെ പ്രോക്സികളുടെ കാര്യവും കഷ്ടത്തിലാണ്. ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണങ്ങൾക്ക് ശ്രമിച്ച ലെബനനിലെ ഹിസ്ബുള്ളയുടെ കൈയും കാലും ഓടിച്ച് ഇസ്രായേൽ മൂലയ്ക്കിരുത്തി കഴിഞ്ഞു. ഇറാന്റെ ചങ്കായ യമനിലെ ഹൂത്തികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതല്ലാതെ അമേരിക്കയോ ഇസ്രായേലിനോ എതിരെ വിരലനക്കാൻ പോലും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. ഹമാസ് പിന്നെ മിണ്ടിയിട്ടില്ല. ഇതിനെല്ലാം പുറമെയാണ് അമേരിക്കയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ USS ട്രിപ്പോളി മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് കുതിച്ചെത്തുന്നത്. 2500 നാവികരും അത്യാധുനിക F-35 സ്റ്റെൽത്ത് വിമാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും വഹിച്ചുകൊണ്ടെത്തുന്ന ഈ കൂറ്റൻ കപ്പൽ നിലവിലുള്ള USS ലിങ്കൺ, USS ജെറാൾഡ് ഫോർഡ് എന്നിവയ്ക്കൊപ്പം ചേരും. അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ നീക്കം. ഇസ്രായേലിന്റെ ഡ്രോണുകളും പോർവിമാനങ്ങളും ടെഹ്റാന്റെ ആകാശത്ത് വട്ടമിട്ട് പറക്കുമ്പോൾ അലി ഖമേനിയുടെ പിൻഗാമിയായി വന്ന പുതിയ നേതൃത്വത്തിന് ഇനി രക്ഷപ്പെടാൻ പഴുതുകളില്ല എന്നത് വ്യക്തമാണ്. ഫെബ്രുവരി 28 ആരംഭിച്ച അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തോടെയാണ് ഈ യുദ്ധം ആരംഭിച്ചത്. തുടർച്ചയായ തിരിച്ചടികൾ നേരിട്ടപ്പോൾ ഗത്യന്തരമില്ലാതെ ഇറാൻ ഭരണകൂടം ചെയ്തത് ലോകത്തെ എണ്ണയുടെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുക എന്നതാണ്. എന്നാൽ ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നായപ്പോഴാണ് കൂടുതൽ രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം കൈകോർക്കുന്നത്. ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇറാന്റെ ആണവ സൈനിക നേതൃത്വത്തെ അവർ ഇതിനകം തന്നെ ഫലത്തിൽ നശിപ്പിച്ചു കഴിഞ്ഞു. ഇറാന്റെ വ്യോമാതിർത്തിയിൽ അമേരിക്കയും ഇസ്രായേലും ഇതിനോടകം തന്നെ സമ്പൂർണ്ണ ആധിപത്യവും നേടിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണ വരുമാനത്തിന്റെ 90% വരുന്ന അവരുടെ ജീവനാഡിയായ ഖാർഗ് ദ്വീപിനെ തകർക്കാനായിരിക്കുമോ അമേരിക്കയുടെ അടുത്ത ലക്ഷ്യമെന്ന് ഇറാൻ ഭയക്കുന്നു. ഇന്നലെ അവിടെയുള്ള IRGCയുടെ ഓഫീസ് അമേരിക്ക ചുട്ടുചാമ്പലാക്കിയിരുന്നു. ഇത് കൃത്യമായ ഒരു മുന്നറിയിപ്പായിരുന്നു. വേണമെന്ന് വെച്ചാൽ ആ ദ്വീപിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ്. അത് സംഭവിച്ചാൽ യുദ്ധം പോയിട്ട് നിലനിൽപ്പ് പോലും ഇറാന് ചോദ്യചിഹ്നമാകും. പണമില്ലാത്തവർ പിണമാണല്ലോ. ഇതിനെല്ലാം പുറമെ ഇസ്രായേൽ ഇപ്പോഴും അവരുടെ 1/3 പ്രകടനശേഷി പോലും പുറത്തെടുത്തിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയും ആണ്. അത് മറന്നുകൂടാ. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം അതിന്റെ അവസാന അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുന്നു. അമേരിക്ക അതിന്റെ നാവികസേനയും നാറ്റോ അടക്കമുള്ള സഖ്യകക്ഷികളെയും ഇറാൻ തീരത്തേക്ക് അടുപ്പിക്കുന്നു. ഇതിനെല്ലാം അറബ് രാജ്യങ്ങളുടെ മൗന സമ്മതവുമുണ്ട്. സ്വന്തം ജനതയെ തോക്കിൻ മുനയിൽ നിർത്തി ഭരണം നടത്തിയ ഒരു ഏകാധിപത്യ ഭരണകൂടം ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ട് വീഴുന്നതിന്റെ അവസാന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രംപിന്റെ അന്തിമ ലക്ഷ്യം വിജയം കണ്ടാൽ ഒരു ജനതയുടെ കാലങ്ങളായുള്ള അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന് കൂടിയാകും ഈ യുദ്ധം സാക്ഷ്യം വഹിക്കുക. ന്യൂസ് ഡെസ്ക്.